അപ്പോൾ 2026 മീൻ പർച്ചേസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതായത് ആദ്യത്തെ പൊതിയിൽ ഹൽവ, അതായത് നമ്മളിതിനെ സോറി ആവോലി എത്രയ്ക്കാണ് വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല. 350 എന്ന് തോന്നുന്നു ഒരെണ്ണം. 1 കിലോ ഉണ്ടാവുമെന്ന് തോന്നുന്നു. പിന്നെ അടുത്തത് ഇത് 1/2 കിലോ റാണിയാണ്. പിലോപ്പി, തലോപ്പി എന്നൊക്കെ പറയും. ഇതിന് പിന്നെ 1/2 കിലോ 180 രൂപ. 120 രൂപ. പിന്നെ ഇത് 250 രൂപ. ഇത് നല്ല വലിയ ഇല, 1 കിലോ 250 രൂപ. പിന്നെ ഇത് മാന്തൾ, ഇതും 1/2 കിലോ 120 രൂപ. 1/2 കിലോ. ലാസ്റ്റ് പൊതി ഇതിൻ്റെ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇത് തർലി, ഇത് 180 രൂപ 1 കിലോ. തർലി അപ്പോൾ ബോംബെയിൽ വാങ്ങിച്ചില്ല തോന്നുന്നു. ശരി. അപ്പോൾ എന്തൊക്കെ വാങ്ങിച്ചു? മത്തി, അതായത് തർലി എന്ന് പറയും ഇവിടെ. മത്തി അത്ര ഫ്രഷല്ല, കുറച്ചൊരു ഇതുണ്ട്. പിന്നെ കിളിമീൻ, പിലോപ്പി, റാണി എന്ന് പറയും ഇവിടെ. ഇത് 1/2 കിലോ. ഇതൊരു കിലോ ഉണ്ട്. ആവോലി, അതായത് ഇവിടെ ഹൽവ. പിന്നെ ഇത് മാന്തൾ. പിന്നെ ഇത് ബാങ്കട, അതായത് അയല. അപ്പോൾ അയലേനെ നമുക്ക് ഇവിടെ മാങ്ങ വെച്ചിട്ടുണ്ട്, മാങ്ങ ഇട്ടിട്ട് കറി ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഇത് പച്ചക്കറിക്കാരുടെ ഇട്ടിട്ട് ഇത് നമ്മുടെ പാലക്ക്. പാലക്കിൻ്റെ ഒരു ബണ്ടിൽ. ഇത് പാലക്കിൻ്റെ ഒരു ബണ്ടിൽ. അപ്പോൾ ഇത് നല്ല അയണാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അയല മീൻകറി, ഇത് അയല വാങ്ങിയിട്ടിട്ട് വെക്കണം. പിന്നെ അയല വാങ്ങിയിട്ടിട്ട് മത്തി ഇപ്പോൾ വറക്കണില്ല, എടുത്ത് വയ്ക്കുക. പിന്നെ റാണി എടുത്ത് വയ്ക്കണം. അങ്ങനെ തന്നെ വയ്ക്കും. മുറിക്കാതെ വെച്ച് കഴിഞ്ഞ് ചോര പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ ഇത് അങ്ങനെ തന്നെ ഉറകളിലായിട്ട് സെപ്പറേറ്റ് ഉറയായിട്ട് ഫ്രീസറിൽ വയ്ക്കും. ഇത് ഹൽവ, അതായത് നമ്മുടെ ആവോലി. പിന്നെ ഇത് മാന്തൾ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാന്തൾ. എളുപ്പമാണ് ഇതിൻ്റെ തൊലി പൊളിക്കാനായിട്ട്. ഇങ്ങനെ ഇതെടുക്കുക. ഇത് നമ്മുടെ അയല. അപ്പോൾ അവിടെ ആരോ കിടന്നിട്ട് പ്രാ ഒളിയുണ്ട്. ശരി കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ. അപ്പോൾ ഡാഡ് അയലക്കറി വെച്ചിട്ടുണ്ട്. നല്ല തൃശ്ശൂർ കുടംപുളിയൊക്കെ ഇട്ട് ഉള്ള, കുടംപുളിയല്ല, സോറി, മാങ്ങ ഉണ്ട്. അവിടെ കിടന്ന് കണ്ണടയുടെ ഇത് ചോദിക്കും. ഫ്രൈഡേ ആണെങ്കിലും കണ്ണടയുടെ ഇതിന് വിളിച്ച് ചോദിക്കും. അപ്പോൾ അയലക്കറി, ചോറ് വന്നു. പച്ചരിയാണ് കേട്ടോ, ശരിക്കും പുഴുക്കലരിയാണ് നല്ലത്. പിന്നെ ഇത് ഞാൻ കഴിക്കില്ല, ബീഫാണ്. ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. ഇത് നല്ല വരട്ടിയ ബീഫ്. അപ്പോൾ ബീഫ് വരട്ടിയത്, അയലക്കറി, തോരൻ ഒന്നും വെച്ചില്ല, സമയമില്ല. പാലക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലേ. നമുക്ക് പാലക്കിന് നുറുക്കാനൊന്നും സമയമില്ല. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ, ടാറ്റാ.